ഹലോ ഗായ്സ്, അപ്പോൾ ഈ രാവിലെ തന്നെ കുളിച്ചിട്ട് എങ്ങോട്ടാന്നല്ലേ ഇന്ന് അനിയൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ 4 മണിയാണ് ടൈം. 4 മണിക്ക് ഇതാ ആദ്യക്കുട്ടനും പാറക്കുട്ടി ഭയങ്കര ഉറക്കത്തിലാണ്. ഞാൻ നേരത്തെ എണീറ്റ് ഇതാ കുളിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യക്കുട്ടനും പാറക്കുട്ടിയും എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും കുറേ നേരം വണ്ടി വരുന്നവരെ രണ്ടുപേരും കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളെ വീട്ടിലുള്ളവരും ചിറമി അമ്മായിയും എല്ലാവരും കൂടിയാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. കൂടെ അശ്വതി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. കടകളുടെ ഓപ്പോസിറ്റും എല്ലാ സൈഡിലുമായിട്ട് നന്നായിട്ട് എന്താ പറയുക പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാൻ പോണ കട കുത്താമ്പുള്ളി കൈത്തറി കടയ്ക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞങ്ങൾ അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങൾ വീഡിയോസിലൊക്കെ കാണുന്ന ആ ഒരു കൈത്തറി കടയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്. കുത്താമ്പുള്ളി കൈത്തറി കട നല്ല സാരി കളക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസിലൊക്കെ കാണാറുണ്ട്. എങ്ങനെയെന്ന് അറിയില്ല. അവിടെ എത്തി കാര്യങ്ങളും ഒക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്താലേ അറിയുള്ളൂ എന്താ ഏതാന്നൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടോ. യൂട്യൂബിൽ കാണുന്ന ഒരാളെ നേരിട്ട് കാണാൻ പോവുകയാണെന്നുള്ളൊരു ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ സ്ഥലം അതേപോലെ വഴി തെറ്റാനൊന്നും തീരെ ചാൻസ് ഇല്ല. കാരണം എല്ലായിടത്തും അവരുടെ പോസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതാ കട എത്തിയിട്ടുണ്ട്. കുത്താമ്പുള്ളി കൈത്തറി കട എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ അത്യാവശ്യം വലിയ കട അല്ലെങ്കിലും ഞാൻ അത്യാവശ്യം കടയായിട്ടാണ് പുറത്തുനിന്ന് തോന്നുന്നത്. പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ വലിയ കട തന്നെയായിരുന്നു. നല്ല ഫുൾ സാരി കളക്ഷനും കാര്യങ്ങളുള്ള നല്ല കട തന്നെയായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല എന്താ പറയുക നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളായിരുന്നു. പിന്നെ അതാ ഞങ്ങൾ എത്തിയപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ എത്തിയത് ഒരു 9 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പുറപ്പെട്ടത് 4 മണി 5 മണിക്കാണ് പുറപ്പെട്ടതെങ്കിലും അവിടുന്ന് ഓരോരുത്തരെ അമ്മായിനെ എല്ലാവരും കൂട്ടി തിരിഞ്ഞപ്പോൾ ഒരു ടൈം ഒരു 6 മണി ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ എന്താ ഞങ്ങൾ നേരെ പോയത് സാരി സെലക്ഷൻ ആട്ടോ. നേരെ പോയിട്ടുള്ളത് കല്യാണത്തിനുള്ള പുതുപ്പെണ്ണിനുള്ള സാരിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാരൊക്കെ കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ സാരി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല മോഡൽ സാരികളുണ്ട്, വെറൈറ്റി കളറുകളിലാണ് കല്യാണ സാരി വരുന്നത് കേട്ടോ. റെഡിലുണ്ടായിരുന്നു, യെല്ലോ, അങ്ങനെ പല മോഡൽ സാരികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ റെഡാണ് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല മോഡൽ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം നോർമൽ കടേൻ്റെ പോലെ തന്നെയാണെങ്കിലും പക്ഷെ ഉള്ളിലേക്ക് വന്നപ്പോൾ നല്ല വലിയ കടയായിരുന്നു. ഫുൾ കല്യാണത്തിൻ്റെ സാരികളാണ്. ഈ ഒരു ഇത് മൊത്തം കല്യാണത്തിൻ്റെ സാരികൾ മാത്രമാണ്. പിന്നെ നേരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ പാർട്ടി വെയർ ആയിട്ടുള്ള നമ്മൾ എൻഗേജ്മെൻറ്റിനൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കി ഫുള്ളും കല്യാണ സാരികളായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട 2 എണ്ണം ഉടുപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് അവൾക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാരികളൊക്കെ എല്ലാ സാരികളും ഒന്നിനൊന്നിനും വെച്ചായിരുന്നു കല്യാണ സാരികളൊക്കെ. പക്ഷെ ഒരു വെറൈറ്റി കളറിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റെഡ് കളറിലാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാതും ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മടിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അവിടുത്തെ സ്റ്റാഫുകൾക്കൊന്നും ഒരു മടിയില്ലായിരുന്നു. എല്ലാം നന്നായിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ആ വീഡിയോസിൽ കാണുന്ന അയാളെടുത്ത് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അയാൾ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നല്ല തിരക്കായിരുന്നു. കാരണം കാല് വെക്കാൻ സ്ഥലമില്ലാതെ അത്രയും തിരക്കായിരുന്നു. ശനി ഞായറല്ലേ, നല്ല തിരക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസിലൊക്കെ. അതുപോലെ തന്നെയാണ് ശനിയായപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യക്കൂട്ടം കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നേരം അവനായിട്ട് കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ ആദ്യക്കൂട്ടനെ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുറച്ച് നേരം എങ്ങനെയൊക്കെയോ എല്ലാവർക്കുള്ള സാരികളാണ് അവിടുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എടുത്ത സാരികളും അതുപോലെ അവിടുത്തെ കളക്ഷൻസ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് നല്ല റോസിലും അതുപോലെ ഒരു പച്ചയായിട്ട് വരുന്നൊരു സാരി ഉണ്ടായിരുന്നു. നല്ല ഈ ഒരു മോഡലിൽ തന്നെ ഈ ഒരു മോഡൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പല മോഡൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോഡലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വെറൈറ്റി കളറാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരും ഒരുപോലെ മോഡലിൽ വെറൈറ്റി കളറുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു പച്ച, റോസ്, അങ്ങനെ പല വെറൈറ്റി കളറുകളിലും അതുപോലെ ഒരേ മോഡലുകളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വൈറ്റും റോസും എനിക്ക് പിങ്കായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ സെറ്റ് സാരികളും സെറ്റ് മുണ്ടുകളുടെ കളക്ഷനും പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു ഈ ഒരു സെറ്റ് സാരി സെറ്റ് മുണ്ടിലൊക്കെ കേട്ടോ. അങ്ങനെ കല്യാണ പെണ്ണിന് ഞങ്ങൾ സെറ്റ് സാരി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ശംഖുപുഷ്പത്തിൻ്റെ ഒരു മോഡൽ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയിട്ടുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാർ അയാളെ എടുത്ത് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് ഗോഡൗണിലേക്കാട്ടോ. അവിടെ ഒരുപാട് സാരികൾ ഉണ്ടായിരുന്നു. ഗോഡൗണിൽ ഫുൾ സെറ്റായിരുന്നു. സെറ്റ് സാരി ആയാലും സാരി കളക്ഷൻ ആയാലും ഫാൻസി എല്ലാ മോഡലുകളും അവിടെ നിന്ന് കിട്ടും. പിന്നെ അനിയന് ജസ്റ്റ് ജുബ്ബയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നോക്കി വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. സാരി കളക്ഷൻ, അതായത് കല്യാണത്തിന് എല്ലാവർക്കും ഒരു മോഡലിൽ പല കളറിൽ ഒരേപോലെ എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ നല്ല അടിപൊളിയായിട്ടോ. പിന്നെ അതാ ഞങ്ങൾക്ക് അവരെ വക കോഫി അതേപോലെ ബേക്കറി ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നല്ല ആസ്വദിച്ച് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ഇതിലേറെ തിരക്കായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. മേലെയാണ് ബാക്കി സാധനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റ് പാവാടിയും കാര്യങ്ങളും അതുപോലെ ബ്ലൗസും തുണിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലിഫ്റ്റിൽ കയറി ആദ്യക്കൂട്ടൻ ആകെ അന്തം വിട്ടിട്ടുണ്ടായിരുന്നു. പാറുക്കുട്ടി പിന്നെ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യക്കൂട്ടൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ അവന് അതിൻ്റേതായ ഒരു അന്തം വിടലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് ലിഫ്റ്റിലൊക്കെ കയറി. പിന്നെ അനിയനും അതുപോലെ വൈഫും ചെറിയൊരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അനിയത്തിമാരുടെ കൂടെ ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞതാ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറി. ഞങ്ങൾ ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. ആദ്യക്കൂട്ടൻ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഉണർന്നതിന് ശവന് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ രാത്രി 11 മണിയായിട്ട് എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു 9 മണി 10 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ 11 മണിയായിട്ടുണ്ട്. പാറു ഉറക്കം തൂങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.